നമ്മുടെ ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി VT സൂരജിന്റെ അദ്ദേഹം ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. അതൊന്ന് കേൾക്കാം. ബാലുശ്ശേരിയിലെ UDFന്റെ സ്ഥാനാർത്ഥി കോഴിക്കോട്ട് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ഉള്ളത്. പുറത്തു വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും യുവാക്കളിൽ ഒരാളാണ്. എന്ത് തോന്നുന്നു സ്ഥാനാർത്ഥിത്വത്തെ? പാർട്ടി നൽകിയ വലിയ അംഗീകാരത്തിന് നന്ദി പറയുകയാണ്. നാളിതുവരെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ കിട്ടിയ വലിയ അംഗീകാരമാണ്. കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനവിരുദ്ധമായ വിദ്യാർത്ഥി വിരുദ്ധമായ സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ പൊരുതിയ ഒരുപാട് വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കൂടി കിട്ടിയ അംഗീകാരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. നടുവണ്ണൂരിലെ വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘടനാ കാലമാണ്, വിദ്യാർത്ഥി സംഘടനാ കാലമാണ് എന്നെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു പൊതുപ്രവർത്തകനായിട്ട് നല്ല മനുഷ്യനായിട്ട് പാകപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ആ നാടും മനുഷ്യരും നന്നായി അറിയാവുന്ന ആളുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണയായി ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുമ്പം സംസ്ഥാന അധ്യക്ഷന്മാർക്കാണ് സീറ്റ് കിട്ടുക. ഇത് ഒരു ജില്ലാ പ്രസിഡന്റിന് സീറ്റ് കിട്ടുക. അപ്പോൾ അത്രത്തോളം പരിഗണന ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി എക്കാലത്തും ചെറുപ്പക്കാരെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിച്ച പ്രസ്ഥാനമാണ്. KSUക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ വലിയ പരിഗണന നൽകിയ പ്രസ്ഥാനമാണ്. ഈ പോരാട്ടങ്ങൾക്ക് പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കേരളത്തിലെ എല്ലാ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും കൂടെ കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി, നല്ല തിരക്കിലാണെന്നറിയാം. ഒരു യുവാവാണ്, ഒരു പുതിയ തലമുറയിലുള്ള ആളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പുതിയ തലമുറയിലെ അതിന്റെ അത്തരത്തിലുള്ള സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിക്കുമോ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായും പുതിയതും പഴയതുമായ എല്ലാ തലമുറകൾക്കൊപ്പവും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും. ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി VT സൂരജിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പം ഈ